ഇവരിതെവിടെ പോയി കിടക്കേണ്? പേര് വന്നേക്കണം കേട്ടാ, ഞാൻ പോണേണ്. എന്താ ബ്ലസ്സി കൊച്ചെ? ആ ബ്ലാക്കിനെ എവിടെങ്ങാനും കണ്ടായിരുന്നോ സീസറെ? ആ അത് കൊള്ളാം. ആ മീനാക്ഷി കൊച്ചിന്റെ കൂടെ കാട്ടിൽ മരുന്ന് പറിക്കാൻ പോയ വകയിൽ കാശ് കുറെ കിട്ടിയേ. ഇനി ആ കാശ് തീരണ വരെ തുറയായ തുറതോറും കയറി ഇറങ്ങി കുടിച്ചു പെടുത്തിട്ട് അവൻ വരത്തുള്ളൂ. കരക്കടിഞ്ഞ അല്ലേലും ബ്ലസ്സി കൊച്ച് അവനൊന്ന് വിരട്ടേണ്ട കാര്യമുണ്ട്. ഇപ്പൊ ഞങ്ങളെ കണ്ട അവന് പഴയ സ്നേഹമൊന്നുമില്ല. നീ ശ്രദ്ധിച്ചായിരുന്നാ സീസറെ? ആ മീനാക്ഷി കൊച്ചിന്റെ കൂടെ കൂടിയ പിന്നെ നമ്മുടെ ബ്ലാക്കിന് നല്ല സെന്റിന്റെ നാറ്റം. അതെ അതെ. भाई साहब मुझे अरे साले कुत्ते का बच्चे, तुम मेरा नाम से खेल रहा है? मैं डीवाईएसपी विक्रम वर्मा हूँ, मालूम है? मालूम? 500? मैं गरीबी आदमी गरीब आदमी है तो? अरे साले പോലീസിന്റെ ചോറും തിന്നേച്ച് നീ ആർക്കടാ ചരച്ചു കൊടുക്കുന്ന? ഞാനല്ല, ഐ ജി സാറ് പറഞ്ഞിട്ടാ ഞാനിത് ചെയ്തത്. ഐ ജി? ഇതുവരെ തീർന്നില്ലേ ശങ്കര? ഇനി ഈ 4 പീസും കൂടിയേ ഉള്ളൂ. ശ്യാമേച്ചന്റെ ചുവന്ന ചുരിദാർ എടുത്ത് കൊടുത്തില്ലായിരുന്നോ? എനിക്കിന്ന് കോളേജിൽ ഇടേണ്ടതാ. രണ്ടാളും വഴക്കടിക്കണ്ട, തേച്ചകത്ത് വെച്ചിട്ടുണ്ട്. ശരണ്യെ കുഞ്ഞിപ്പാ ശ്യാമക്കുഞ്ഞ് ആദ്യം എടുത്തു തന്നത്. ഒന്നും നോക്കില്ല, അതിന് മുമ്പ് തുടങ്ങും വായാടി. നീ ക്ഷമിക്കേ, അവള് കൊച്ചുകുട്ടിയല്ലേ. ആ ശങ്കര, നീ ഇപ്പൊ അഗ്രഹാരത്തിൽ പോവാറില്ലേ? കൊച്ചമ്മ ഒന്ന് കൊന്നരാടെ പോയി ഞാൻ നമ്മുടെ വീട് തൂത്ത് തുടച്ചിടാറുണ്ട്. പിന്നെ തൂത്ത് തുടച്ചിടാൻ അത് മാർബിൾ വിരിച്ച കൊട്ടാരല്ലേ? ഒരു കാലത്ത് നമുക്കത് മാർബിൾ കൊട്ടാരം തന്നെ ആയിരുന്നു. അത് മറക്കണ്ട, തിരിച്ചു പോകേണ്ടതും അങ്ങോട്ട് തന്നെ. സോറി ഏട്ടാ. അമ്മേ, ഏട്ട പോവാനിറങ്ങി. ഇന്ന് ഇത്തിരി വൈകി പോയാലും കുഴപ്പമില്ല ഏട്ടാ. ഇന്നെന്താണ് പ്രത്യേകത? നല്ല ആളാ നീ. ഇന്ന് നിന്റെ പിറന്നാളല്ലേ? രാവിലെ അയ്യപ്പന്റെ അമ്പലത്തിൽ പോയി. വരുന്ന വഴിക്ക് വെജിറ്റബിൾ മാർക്കറ്റിൽ ഒന്ന് കേറി. ഹാപ്പി ബർത്ത്ഡേ ഏട്ടാ. താങ്ക് യു. പുണർദ നക്ഷത്രം ശ്രീരാമദേവന്റെ നാളാന്ന തിരുമേനി പറഞ്ഞത് അല്ലേ അമ്മേ? അപ്പൊ വനവാസം ഉറപ്പാ അല്ലേ അമ്മേ? അതല്ല മോനെ, ഈ പിറന്നാളോടുകൂടി നിന്റെ ദോഷസമയം മാറുന്ന തിരുമേനി പറഞ്ഞത്. അപ്പൊ ഇത്രയും കാലം ദോഷസമയമായിരുന്നു. എന്നിട്ടാണോ തോക്കും ബോംബും കത്തിയുമായി നിൽക്കുന്നവരുടെ നടുവിൽ നിന്ന് ഞാൻ ജീവനോടെ രക്ഷപ്പെട്ടത്? ഇയാൾ എന്ത് തിരുമേനിയാണെന്ന്. തിരുമേനിയെ കളിയാക്കിക്കോ, ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാ രക്ഷപ്പെടുന്നത്. അത് ഞാൻ സമ്മതിച്ചു കേട്ടോ. അപ്പൊ ബർത്ത്ഡേ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ കഴിക്കാനുള്ളത്? ഏട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഇഡ്ഡലി സാമ്പാറും. ഈ കുഴപ്പം പിടിച്ച സ്ഥലത്തുനിന്ന് വേറെ എവിടേക്കെങ്കിലും ഒരു സ്ഥലമാറ്റത്തിൽ നിനക്ക് ശ്രമിച്ചൂടെ മോനെ?
ബോംബെ സിറ്റി പോലീസ് കമ്മീഷണർ എന്ന് പറഞ്ഞ ഒരു പ്രസ്റ്റീജ് പോസ്റ്റാണമ്മേ. എത്ര പേരാ ഈ സ്ഥാനത്തിന് വേണ്ടി ചരട് വലിക്കുന്നറിയാം. നമുക്ക് നമ്മുടെ കേരളത്തിലേക്ക് പോയാലോ മോനെ? അതിനൊക്കെ വലിയ രാഷ്ട്രീയ സ്വാധീനം വേണം അമ്മേ. അവർക്കാണെങ്കിൽ എന്നെ ഒട്ട് കണ്ടും കൂടാ. ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് ഉണ്ണിമന്താണെങ്കിലേ നമ്മുടെ നാട്ടിലുള്ളവന്മാർക്ക് പെരുമന്ത. അയ്യോ, സമയം പോയത് അറിഞ്ഞില്ല. ഹോം മിനിസ്റ്ററുടെ കോൺഫറൻസ് ഉള്ളതാ. ഒരെണ്ണം കൂടി കഴിക്കും മോനെ. വേണ്ടമ്മേ. അപ്പൊ ഞങ്ങള് കോളേജിൽ വിടില്ല? രണ്ടുപേരൂടെ ഓട്ടോറിക്ഷ പിടിച്ചു പൊയ്ക്കോ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരില്ലേ മോനെ? പിറന്നാൾ ഉണ്ണാൻ എന്റെ അമ്മയുടെ അടുത്ത് വരാതിരിക്കൂ. പിറന്നാളായിട്ട് ശങ്കരനൊന്നും ഇല്ലയോ മോനെ? ഉച്ചക്കിങ് വാ ശങ്കരേട്ടാ, ഒരുമിച്ചിരുന്നുണ്ണാം. ആയിക്കോട്ടെ. भाई साहब, ये पुराना वसाहत पे जो रहता था उन लोग कहाँ हैं? मुझे मालूम नहीं. पिछले पुलिस कमिश्नर रमेश शर्मा अब कहाँ रहता है? मैं इधर नया आदमी हूँ साहब. ശങ്കരേട്ടാ, ശങ്കരേട്ടാ, ആരാ? മനസ്സിലായില്ല. ശങ്കരേട്ടാ, ഞാൻ ആരാന്നാ പറഞ്ഞത്? ഇത് ഞാനാ, രമേഷ്, സരസ്വതി അമ്മാളിന്റെ മകൻ രമേഷ് ശർമ്മ. കുഞ്ഞിതെവിടായിരുന്നു? മോൻ മരിച്ചു പോയാന്നും പറഞ്ഞു പോലീസുകാരെല്ലാം കൂടെ ഇവിടെ കൊണ്ടുവന്ന് ശവം അടക്കി തന്നല്ലോ. എന്നിട്ടിപ്പോ എന്റെ കൺമുമ്പിൽ ജീവനോടെ. ഇതെന്താ കുഞ്ഞാകെ കറുത്ത് കരിക്കട്ട പോലെ? അതൊക്കെ പറയാം ശങ്കരേട്ടാ. ഞങ്ങളുടെ വീട് 5-8 വർഷം മുമ്പ് അഗ്രഹാരങ്ങളൊക്കെ ഇടിച്ചു നിരത്തി വലിയ ഹോട്ടലാക്കി. ശങ്കരേട്ടാ, എന്റെ അമ്മയും അനിയത്തിമാരും അവരെവിടെ? അവർക്ക് എന്ത് പറ്റി? ഞാൻ എങ്ങനെ മോനോട് പറയും? ദൈവമേ, നീ എന്നെ കൊണ്ട് തന്നെ ഇത് പറയിക്കുന്നല്ലോ. മോനെ കാണാതായിട്ട് പിറ്റേ ദിവസം ശരണ്യമോടെ ശവം കടപ്പുറത്തുള്ള പാലക്കെട്ടിൽ നിന്ന് കിട്ടി. സൗമ്യമോളെ കുറിച്ച് ഒരറിവും ഇതുവരെ ഇല്ല. ശരണ്യമോടെ ശവം കണ്ടതോടെ അമ്മ ബോധം കെട്ട് വീണു. ബോധം തെളിഞ്ഞപ്പോ സരസ്വതിയമ്മയുടെ സമനില തെറ്റിയിരുന്നു. കുറെ നാൾ ഇവിടെ കരഞ്ഞിരിഞ്ഞ് നടന്നു. ഒരു ദിവസം മോന്റെ ആ വക്കീൽ കൂട്ടുകാരൻ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ എനിക്കൊന്നും അറിഞ്ഞുകൂടാ.